കൊച്ചി അരൂർ പാലത്തിൽ നിന്നും ജീപ്പ് കായലിലേക്ക് മറിഞ്ഞു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? മറിയ, വൈകുന്നേരമായിരുന്നു സംഭവം. കൊച്ചി അരൂർ പാലത്തിന്റെ അല്ലെങ്കിൽ അരൂർ പാലത്തിലൂടെ വരികയായിരുന്ന ജീപ്പാണ് പാലത്തിന്റെ കൈവരി തകർത്ത് കായലിലേക്ക് വീണത്. ഈ ജീപ്പിൽ അപകടം നടക്കുമ്പോൾ 9 പേർ ഉണ്ടായിരുന്നതായാണ് സൂചന ലഭിക്കുന്നത്. ഇവരിൽ 4 പേരെ രക്ഷപ്പെടുത്തി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ്. ലോറിക്ക്, അതായത് ടോളിന് സമീപം അല്ലെങ്കിൽ ടോൾ എത്തുന്നതിന് മുമ്പായുള്ള ലോറിക്ക് പിന്നിലൂടെ വന്ന ജീപ്പ് ലോറിക്ക് പിന്നിലടിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിന്റെ മറ്റു വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. കൊച്ചി അരൂർ പാലത്തിന്റെ കൈവരിയിൽ വരിടിച്ചാണ് ഈ ജീപ്പ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. പറയാം, അലക്സാണ് വിവരങ്ങൾ നൽകിയത്. തനിക്കെതിരായ കേസുകളിലെ അന്വേഷണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് കാട്ടി ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയ്ക്കും വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനും കത്ത് നൽകി. തന്റെ സ്വത്ത് വിവരങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നതിനാൽ തടസ്സമില്ലെന്നും എന്നാൽ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളിലേക്ക് ചോരുന്നത് തടയണമെന്നും കെ എം എബ്രഹാം കത്തിൽ ആവശ്യപ്പെട്ടു. ധനകാര്യ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെ ചൊല്ലി പോരുമുറുകിയ പശ്ചാത്തലത്തിലാണ് കെ എം എബ്രഹാം കത്ത് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBI വമ്പന്മാരുടെ കുടിശ്ശിക എഴുതിത്തള്ളുന്നു. 7000 കോടി രൂപയാണ് ഇത്തരത്തിൽ എഴുതിത്തള്ളുന്നത്. വിജയ് മല്യയടക്കം 63 വൻ വ്യവസായികളുടെ കടമാണ് SBI എഴുതിത്തള്ളുന്നത്. കിങ്ഫിഷറിന്റെ 1200 കോടിയും ഇതിൽ ഉൾപ്പെടും. ഈ വർഷം ജൂൺ 30-ന് ശേഷമുള്ള കണക്കുകളാണ് ദേശീയ പത്രമായ DNA പുറത്തുവിട്ടത്. കള്ളപ്പണം ചെറുക്കാനെന്ന പേരിൽ കേന്ദ്ര സർക്കാർ പൊതുജനങ്ങളെ പണത്തിനായി നെട്ടോട്ടമോടിക്കുമ്പോഴാണ് 100 വമ്പന്മാർ മനഃപൂർവ്വം തിരിച്ചടയ്ക്കാത്ത 7000 കോടി രൂപ SBI എഴുതിത്തള്ളുന്നത്. തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് തുക എഴുതിത്തള്ളാൻ തീരുമാനിച്ചതെന്നാണ് ബാങ്കിന്റെ നിലപാട്. 63 അക്കൗണ്ടുകളിലെ വായ്പകൾ പൂർണ്ണമായി എഴുതിത്തള്ളും. 31 എണ്ണത്തിലെ കിട്ടാക്കടം ഭാഗികമായി എഴുതിത്തള്ളുമ്പോൾ 6 പേരുടേത് നിഷ്ക്രിയാസ്തിയായി പ്രഖ്യാപിക്കാനാണ് ബാങ്കിന്റെ നീക്കം. ഈ വർഷം ജൂൺ വരെ ബാങ്ക് 48,000 കോടി രൂപ കിട്ടാക്കടമായി എഴുതിത്തള്ളിയിരുന്നു. കിട്ടാക്കടം എഴുതിത്തള്ളാനായി പ്രത്യേകമായി രൂപീകരിച്ച അഡ്വാൻസ് അണ്ടർ കളക്ഷൻ അക്കൗണ്ടിൽപ്പെടുത്തിയാണ് ബാങ്കിന്റെ നടപടി. വിജയ് മല്യയുടെ 1201 കോടി രൂപയുടെ കിട്ടാക്കടവും എഴുതിത്തള്ളിയിട്ടുണ്ട്. മറ്റ് 62 വായ്പകളും കാലങ്ങളായി കിട്ടാക്കടമായി കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടാത്തതുമാണ്. KS Oil, സൂര്യ ഫാർമസ്യൂട്ടിക്കൽസ്, GET പവർ, സായ് ഇൻഫോ സിസ്റ്റം തുടങ്ങിയവയാണ് വായ്പ എഴുതിത്തള്ളിയ മറ്റു പ്രമുഖർ. കിങ്ഫിഷർ എയർലൈൻസ് 17 ബാങ്കുകളിലായി 1963 കോടിയുടെ വായ്പയാണ് തിരിച്ചടയ്ക്കാനുള്ളത്. അടുത്തിടെ തുക തിരിച്ചുപിടിക്കലിന്റെ ഭാഗമായി ഗോവയിലെ വിജയ് മല്യയുടെ കിങ്ഫിഷർ വില്ല വിൽപ്പനയ്ക്ക് വച്ചിരുന്നെങ്കിലും വാങ്ങാൻ ആരെയും ലഭിച്ചിരുന്നില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ രാജ്യത്തെ പ്രധാന ഭക്ഷ്യ എണ്ണ ബ്രാൻഡായിരുന്ന കലാഷ്, ഡബിൾ ഷെയർ എന്നിവയുടെ നിർമ്മാതാക്കളാണ് വായ്പ എഴുതിത്തള്ളപ്പെട്ട മറ്റൊരു പ്രമുഖ കമ്പനിയായ KS Oil. കമ്പനിയുടെ ആദായം മറ്റു ബിസിനസ്സുകളിലേക്ക് വഴിതിരിച്ചിട്ടുവെന്ന ആരോപണ വിധേയർ കൂടിയാണ് KS Oil. ന്യൂസ് ഡെസ്ക്. കള്ളപ്പണം ഏറ്റവും അധികം കൈവെക്കുന്ന കോർപ്പറേറ്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കാതെ പാവങ്ങളെ ദ്രോഹിക്കുകയാണ് സർക്കാരെന്ന് സീതാറാം യെച്ചൂരി. നോട്ട് നിരോധനത്തിൽ രാജ്യസഭയിൽ നടന്ന ചർച്ചയിലാണ് യെച്ചൂരി ഇക്കാര്യം വ്യക്തമാക്കിയത്. Sir, if you want to stop corruption, there's so many times we told you, you're only looking at the demand side of what? A poor fellow is giving 10 rupees for, they don't even call it corruption, they call it services rendered. Well, in your corporate accounts, in your balance sheets, you can have for services rendered and siphon off big commissions. That is corruption. But here, when a petty fellow gives about 10 rupees for something, that is corruption, that's what you want to catch. But what about the big fish? Corruption, I've said this in this house earlier, I'm repeating. Unless you tackle the supply side of corruption, you cannot stop corruption in this country. നിരോധിച്ച 500,000 രൂപ നോട്ടുകൾ മാറ്റിവാങ്ങുന്നവരുടെ കയ്യിൽ മഷി അടയാളമിടാനുള്ള സർക്കാർ തീരുമാനം ഇന്നു മുതൽ നടപ്പാക്കി. ഇതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിച്ച് റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. എന്നാൽ ഇതിനാവശ്യമായ മഷി എത്താത്തതിനാൽ കേരളത്തിൽ നടപ്പായില്ല. പഴയ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നൽകി പുതിയ നോട്ടുകൾ വാങ്ങുന്നത് സംബന്ധിച്ച് റിസർവ് ബാങ്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. ബാങ്ക്, പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ പഴയ നോട്ട് മാറാനെത്തുന്നവരുടെ വലത് കൈയുടെ ചൂണ്ടുവിരലിൽ മായാത്ത മഷി കൊണ്ട് അടയാളമിടണം. ഒറ്റത്തവണ മാത്രമേ നോട്ട് മാറുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഇത്. അടയാളമിടുന്നതിനുള്ള മഷി റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ ബാങ്ക്, പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ IBA മുഖേന എത്തിച്ചിട്ടുണ്ട്. അടയാളമിടുന്ന നടപടി ആദ്യം മെട്രോ നഗരങ്ങളിലും പിന്നീട് മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കും. എല്ലാ ബാങ്ക് ശാഖകളിലേക്കും അതിനായി 5 മില്ലി കറുത്ത മഷി അടങ്ങുന്ന കുപ്പികൾ എത്തിച്ചിട്ടുണ്ട്. മഷി പുരട്ടുന്നതിനുള്ള ബ്രഷും ഇതോടൊപ്പം ഉണ്ടാകും.
ഇടപാടുകാരന് പണം കൈമാറുന്നതിന് മുമ്പായി കാഷ്യറോ ബാങ്ക് ചുമതലപ്പെടുത്തുന്ന ജീവനക്കാരനോ ഇടപാടുകാരൻ്റെ വിരലിൽ മഷി പുരട്ടണം. മഷി പുരട്ടിയ ശേഷം അത് ഉണങ്ങുന്നതിനായി ഏതാനും നിമിഷം അനുവദിക്കണം. എന്നാൽ ഇടപാടുകാരൻ്റെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിലോ ഇടത് കൈയിലെ മറ്റേതെങ്കിലും വിരലിലോ ഉള്ള മഷിയടയാളം പഴയ നോട്ടുകൾ മാറുന്നതിന് തടസ്സമാകാൻ പാടില്ലെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക്. റദ്ദാക്കിയ നോട്ടുകൾ മാറ്റി നൽകാൻ സഹകരണ ബാങ്കുകളെ അനുവദിക്കാത്ത റിസർവ് ബാങ്കിന്റെ നടപടിക്കെതിരെ സഹകരണ ബാങ്കുകൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. കേന്ദ്ര സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലിന് ഹാജരാകുന്നതിനായാണ് കേസ് മാറ്റിയത്. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച കോടതി കേന്ദ്ര സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. സഹകരണ ബാങ്കുകളെ മാത്രം ഒഴിവാക്കിയ നടപടി വിവേചനപരമാണെന്നായിരുന്നു പരാതി. സംസ്ഥാനത്ത് സഹകരണ മേഖല ഹർത്താലിൽ നിശ്ചലമായി. നോട്ട് പ്രതിസന്ധിയിൽ സാധാരണക്കാരന്റെ വയറ്റത്തടിച്ചിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം വിട്ടതായി VS അച്യുതാനന്ദൻ പറഞ്ഞു. സ്വന്തം അമ്മയ്ക്ക് വരെ ചാപ്പകുത്തിയ മോദി എങ്ങനെ ഈ ശാപത്തിൽ നിന്നും രക്ഷപ്പെടുമെന്നും VS ചോദിച്ചു. സഹകരണ മേഖല തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും RBIയുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് സഹകാരികൾ RBI റീജിയണൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സ്വീകരിക്കുന്ന ശത്രുതാ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്ത് സഹകരണ മേഖല സംയുക്തമായി ഹർത്താൽ ആചരിക്കുന്നത്. സംയുക്ത സമരസമിതി റിസർവ് ബാങ്കിന്റെ തിരുവനന്തപുരത്തെ റീജിയണൽ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരന്റെ വയറ്റത്തടിച്ചിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം വിട്ടതായും സ്വന്തം അമ്മയ്ക്ക് വരെ ചാപ്പകുത്തിയ മോദി എങ്ങനെ ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നും VS ചോദിച്ചു. ബാങ്കുകൾക്ക് മുമ്പിൽ ക്യൂ നിന്ന് ജീവിതം നരകിക്കുകയാണ്. ഇപ്പോൾ പണം പിൻവലിക്കുന്നവരെ മുഴുവൻ ചാപ്പ കുത്താനാണ് മോഡി ശ്രമിച്ചിട്ട് കൊണ്ടിരിക്കുന്നത്. മോഡി പാപം അദ്ദേഹത്തിന്റെ അമ്മയുടെ കയ്യിൽ വരെ ചാപ്പ കുത്തിയില്ലേ? സഹകരണ മേഖലയാകെ സ്തംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലുള്ള 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപം തകർക്കാനാണ് മോഡിയുടെ നീക്കം. വ്യാപാര വ്യവസായ സമിതിയും സംയുക്ത സമരസമിതിക്ക് ഐക്യദാർഢ്യവുമായി എത്തി. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാഥമിക സംഘങ്ങളിലെ ജീവനക്കാരും സഹകാരികളും ഹർത്താലിലും പ്രതിഷേധത്തിലും അണിചേർന്നു. ക്ഷീരസംഘങ്ങളെയും സഹകരണ ആശുപത്രികളെയും ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. തിരുവനന്തപുരത്തിന് പുറമെ മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലും സഹകാരികൾ പ്രതിഷേധ മാർച്ച് നടത്തി. സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ കേന്ദ്രവും RBIയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. നോട്ട് മാറ്റത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ കേരള MPമാർ നാളെ പ്രധാനമന്ത്രിയെ കാണും. ദില്ലിയിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന MPമാരുടെ യോഗത്തിലാണ് തീരുമാനം. നോട്ട് മാറ്റത്തിന് സഹകരണ ബാങ്കിന് അനുമതി നൽകാത്തതിലുള്ള പ്രതിഷേധവും അറിയിക്കും. 1 ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപമുള്ള സഹകരണ മേഖലയെ പൂർണ്ണ സ്തംഭനത്തിലേക്ക് അയക്കുന്ന നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. നോട്ട് ക്രയവിക്രയം അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് വീണ്ടും ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അപ്പോൾ പൂർണ്ണ സ്തംഭനത്തിലേക്ക് കേരളത്തിലെ പ്രൈമറി ബാങ്കുകൾ നീങ്ങുകയാണ്. 1 ലക്ഷത്തിലധികം കോടി രൂപയുടെ നിക്ഷേപമുള്ള ബാങ്കുകളാണിതൊക്കെ. ആ ബാങ്കുകൾ ആകെ നിശ്ചലമാകുന്ന അവസ്ഥയാണ് വന്നിട്ടുള്ളത്. നോട്ട് പിൻവലിക്കൽ വിഷയത്തിൽ സഹകരണ ബാങ്കുകൾ നേരിടുന്ന പ്രതിസന്ധി ചർച്ച ചെയ്യാൻ കേരളത്തിലെ MPമാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തി. സഹകരണ ബാങ്കുകൾ നേരിടുന്ന പ്രതിസന്ധി നാളെ പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും കേരളത്തിലെ MPമാർ ധരിപ്പിക്കും. സഹകരണ മേഖലയുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി രാധാമോഹൻ സിംഗുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം നൽകിയെന്നാണ് മന്ത്രി MPമാർക്ക് ഉറപ്പു നൽകിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വൻകിടക്കാരുടെ വായ്പ എഴുതിത്തള്ളിയതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് SBI ചീഫ് ജനറൽ മാനേജറെ DYFI പ്രവർത്തകർ ഉപരോധിച്ചു. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വൻകിടക്കാരായ കോർപ്പറേറ്റുകളുടെ 7016 കോടി രൂപ എഴുതിത്തള്ളിയ SBI നടപടിയിൽ പ്രതിഷേധിച്ചാണ് DYFIയുടെ നേതൃത്വത്തിൽ SBI ചീഫ് ജനറൽ മാനേജർ S. വെങ്കിട്ടരാമന്റെ ഓഫീസ് ഉപരോധിച്ചത്. സാധാരണ ജനങ്ങൾ പണത്തിനായി ക്യൂ നിൽക്കുമ്പോൾ മോദി വൻകിട മുതലാളിമാരെ താലോലിക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത DYFI സംസ്ഥാന ട്രഷറർ P. ബിജു കുറ്റപ്പെടുത്തി. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് കാരണമായി. വൻകിടക്കാരെ താലോലിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപടിക്കെതിരെ രാജ്യത്താദ്യമായാണ് ഒരു സംഘടന പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത്. സമരത്തിന് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിജു കണ്ടക്കൈ, A. റഹീം, I. സാജു, IP. ബിനു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തയിലേക്ക്.
കൊച്ചി അരൂർ പാലത്തിൽ നിന്നും ജീപ്പ് കായലിലേക്ക് മറിഞ്ഞു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അലക്സ് ചേരുന്നു. അലക്സ്, ജീപ്പിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? മറിയ, അല്പം മുമ്പാണ് അപകടം നടന്നത്. അതായത് എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപകടം നടന്നത് ഒരു മഹേന്ദ്ര അല്ലെങ്കിൽ സ്കോർപിയോ പോലത്തെ ഒരു ജീപ്പാണെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നത്. ദൃക്സാക്ഷികൾ പറഞ്ഞത് അങ്ങനെയാണ്. അതായത് ആ സമയത്ത് ചൂണ്ട ഇട്ടുകൊണ്ടിരുന്നവരാണ് ഈ കാര്യം കാണുന്നത്. അതായത് ഒരു ബൈക്കിന് അല്ലെങ്കിൽ ബൈക്കിനെ ഇടിക്കാതെ അതിന് സൈഡ് കൊടുക്കുന്ന വഴിയിൽ പാലത്തിന്റെ കൈവരിയിൽ, അരൂർ പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച് ഈ വാഹനം കായലിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ വാഹനത്തിൽ 9 പേർ ഉണ്ടായിരുന്നു. ഇവരിൽ 8 പേരും നേപ്പാളുകാർ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഡ്രൈവർ മലയാളിയുടെ വിവരവും ലഭിക്കുന്നുണ്ട്. ഇവർ ചേർത്തലയിലേക്ക് പോകുന്ന വഴിയാണ്, ചേർത്തല പനയപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു. കൊച്ചി ബോൾഗാട്ടിയിൽ നിന്നാണ് ഇവർ യാത്ര തിരിച്ചതെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഏറെ അടിയൊഴുക്കുള്ള ഒരു പ്രദേശമാണിത്. രാത്രിയാണ്. അല്പം മുമ്പ് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സ്ഥലത്ത്. ഈ വാഹനം താഴേക്ക് വീഴുമ്പോൾ വെള്ളത്തിലേക്ക് ചാടി കൈകാലിട്ടടിക്കുന്നവരെയും അല്ലെങ്കിൽ ഒഴുക്കിൽപ്പെട്ടവരെയും അടക്കമുള്ളവരെയാണ് വള്ളങ്ങളിലും മറ്റുമായി ചൂണ്ടയിടാനും മറ്റുമായി കായലിൽ തന്നെ ഉണ്ടായിരുന്ന നാട്ടുകാർ രക്ഷപ്പെടുത്തിയത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഈ വാഹനം ഇടിച്ച് താഴെ പോയത് എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിയൊഴുക്കുള്ള പ്രദേശമാണ്. കണ്ടത് നാട്ടുകാരാണ് ഇതിന്റെ ദൃക്സാക്ഷികളായിട്ടുള്ളത്. ഇവർ പറഞ്ഞ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് നിയന്ത്രണം വിടുകയായിരുന്നു എന്നുള്ള തരത്തിലാണ് ഇവരുടെ വിശദീകരണം വരുന്നത്. ഒരു ബൈക്കിന് സൈഡ് കൊടുക്കുകയായി പാലത്തിന്റെ കൈവരിയിലിടിച്ച് കൈവരി തകർന്ന് വാഹനം പാലത്തിൽ നിന്ന് കായലിലേക്ക് വീഴുകയായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. 9 പേർ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഇതിൽ 4 പേരെ രക്ഷപ്പെടുത്തി. ഇവരെ 4 പേരെയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് 5 പേർക്കായുള്ള തിരച്ചിലുകളാണ് നടക്കുന്നത്. ഇതിൽ രക്ഷപ്പെട്ട 4 പേരിൽ മലയാളി ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഡ്രൈവർ അടക്കുന്ന മലയാളി ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഇതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. 9 പേർ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നറിയുന്നു. ഇതിൽ 8 പേർ നേപ്പാളുകാരാണെന്ന് എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. ഇവർ പന്തൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ചേർത്തലയിലേക്ക് പോകുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായതെന്നും ഉള്ള വിവരങ്ങൾ ലഭിക്കുന്നു. മറിയ, കൊച്ചി അരൂർ പാലത്തിൽ നിന്നും ജീപ്പ് കായലിലേക്ക് മറിഞ്ഞു. 9 പേർ വാഹനത്തിൽ ഉണ്ടായിരുന്നതായി സംശയിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും അലക്സ് റാം മുഹമ്മദാണ്. മറ്റു വാർത്തയിലേക്ക്. നോട്ട് വിഷയത്തിൽ പാർലമെന്റിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഭാ സമ്മേളനത്തിന് മുന്നോടിയായിരുന്നു മോദിയുടെ പ്രതികരണം. लगातार बैठकें हो रही हैं. सदन के पूर्व भी सभी दलों के साथ लगातार विचार विमर्श होता रहा है और सरकार का ये मत रहा है कि हर विषय के लिए चर्चा है, इसके लिए हम तैयार हैं. ശബരിമലയിൽ തീർത്ഥാടകർക്കായി വിമാനത്താവളം നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എരുമേലിയിൽ ഇതിനായി സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പം നടപ്പാകേണ്ടതല്ല, ഭാവിയിൽ നടപ്പാകേണ്ടത്. ഇപ്പം ശബരിമല സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. 3 കോടി തീർത്ഥാടകരെത്തുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല. അവിടെ ആയിരക്കണക്കിന് ആളുകൾ വിമാനത്തിൽ വന്നിറങ്ങാൻ താല്പര്യമുള്ളവരാണ്. അപ്പം അതിനുവേണ്ടി ഒരു വിമാനത്താവളം അനുവദിക്കേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടു. അത് സ്ഥലം നിർദ്ദേശിച്ചാൽ ആവശ്യമായ തീരുമാനമെടുക്കാൻ തയ്യാറാണ്, NOC നൽകാൻ തയ്യാറാണ് എന്ന നിലപാട് സിവിൽ ഏവിയേഷൻ മന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്.